എല്ലാവർക്കും സിനിമ മേനിയക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു സിറ്റി, ഈ സിറ്റിക്കകത്താണെങ്കിൽ നിയമം എന്ന് പറയുന്ന ഒരു സാധനമല്ല. എന്തൊക്കെ നിയമമുണ്ടോ അതൊക്കെ ബ്രേക്ക് ചെയ്യലാണ് ഇവിടുത്തെ ആൾക്കാരുടെ മെയിൻ വിനോദം. സോ അതുകൊണ്ട് തന്നെ ഗുണ്ടകളുടെ സംസ്ഥാന സമ്മേളനമാണ് ഈ ഒരു സിറ്റിയിൽ. ഇതിൻ്റെ ഇടയിലുള്ള പോലീസുകാരാണേലോ തട്ടിപ്പിൻ്റെ അങ്ങേയറ്റം. ഇത്ര മാത്രം ഞാൻ ഈ ഒരു സിനിമയെക്കുറിച്ച് പറയുന്നുള്ളൂ, ബാക്കി നിങ്ങളായിട്ട് കണ്ടറിയുക. ഈ ഇടിയുടെ വെടിപ്പൂരം കാണാനൊക്കെ താല്പര്യമുള്ളവർക്ക് ഈ ഒരു സിനിമ എന്തായാലും സാറ്റിസ്ഫൈ ചെയ്യും. അപ്പോൾ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, നേരെ നമുക്ക് സിനിമയിലേക്ക് കടക്കാം. സിനിമയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നായകനായ പാട്രിക്കിനെയാണ്. ഇവനൊരു പോലീസ് ഓഫീസറാണ്. ഇവനെ മാത്രമല്ല കാണിച്ചുകൊണ്ടിരിക്കുന്നത്, കുറെ പണം, ഡ്രഗ്സ്, പിന്നെ മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനെയും കാണിക്കുന്നുണ്ട്. ഇതെന്താണെന്നും ഏതാണെന്നൊക്കെ നമുക്ക് വഴിയേ പറയാം. അങ്ങനെ അടുത്ത സീനിൽ കാണിക്കുന്ന ഒരു ഗംഭീര ചേസാണ്. ഒരു ട്രക്കിന് പിന്നാലെ കുറെ പോലീസുകാര്, അതും നാർക്കോട്ടിക്സ് ഡിപ്പാർട്ട്മെന്റ്. ഈ പോലീസുകാർ തല കുത്തി നിന്നിട്ട് പോലും ഇവരെ പിടിക്കാൻ പറ്റുന്നില്ലാട്ടാ. ടോട്ടൽ 2 കാറുകളാണ് ഇവരെ ഫോളോ ചെയ്യുന്നത്. അതിൽ ഓരോ കാറിലും 2 പോലീസുകാർ വീതം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ജയിക്കുന്ന ഒരുത്തൻ ട്രക്കിന് നേരെ അങ്ങ് ഷൂട്ട് ചെയ്യാൻ ആരംഭിക്കുന്നത്. ഈ ട്രക്കിനകത്തുള്ള ടീമാണെങ്കിൽ മാസ്ക് ഒക്കെ വെച്ച് ഫുൾ സെറ്റപ്പിലാണ്. പക്ഷെ ഇവർ ഭയങ്കരമായിട്ട് പേടിച്ചിട്ടുണ്ട്. കാരണം ഈ ട്രക്കിനകത്തുള്ള 4 പേരും ജസ്റ്റ് പിള്ളേരാ. അങ്ങനെ ഇവർ പോയി ഒരു പാലത്തിന്റെ മുകളിൽ എത്തിയിട്ടുണ്ട്. പോലീസുകാരാണെങ്കിൽ സ്റ്റിൽ പിന്നാലെ തന്നെ ഉണ്ട് ട്ടാ. എന്നാൽ ഈ ട്രക്കിനകത്താണെങ്കിൽ കുറെ വാഷിംഗ് മെഷീൻ മാത്രമാണ്. അങ്ങനെ പിള്ളേർ വാഷിംഗ് മെഷീൻ എടുക്കുന്നു, പോലീസിന് നേരെ അങ്ങ് എറിയുന്നു. അതോടുകൂടെ പോലീസുകാരുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി, പ്രത്യേകിച്ച് കോർട്ടസ് എന്ന് പറയുന്ന ഓഫീസറുടെ കാര്യത്തിൽ. പുള്ളിക്കാരൻ മരിച്ചിട്ടില്ല, എന്നാൽ നില അല്പം ഗുരുതരമാണ്. അങ്ങനെ പോലീസുകാർ തൽക്കാലത്തിന് ചേസും കോപ്പൊക്കെ നിർത്തിയിട്ടുണ്ട്. അപ്പോഴാണ് ആ ടീമിന്റെ ഹെഡിനെ കാണിക്കുന്നത്. അതാണ് വിൻസെന്റ്. ഇവൻക്കിതൊക്കെ കണ്ടിട്ടാകെ ഭ്രാന്ത് എടുക്കുന്നുണ്ട്. കൂട്ടത്തിലുള്ള ഒരുത്തനക്കാണ് പിള്ളേര് ഈ വക പണിയൊക്കെ കൊടുത്തിട്ടുള്ളത്. സോ പക അങ്ങ് ഉച്ചിയിൽ കയറി നിൽക്കുന്നുണ്ട്. പോലീസുകാരനിട്ട് പണിഞ്ഞ ബാക്കി എന്താ നടക്കാന്ന് ഞാനായിട്ട് പറയണ്ടല്ലോ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പാട്രിക്കിനെ കാണിക്കുന്നത്. പാട്രിക് ആണെങ്കിൽ തൻ്റെ മകൾക്ക് വേണ്ടിയിട്ട് ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ പാട്രിക് ആണെങ്കിൽ ഫാമിലിപരമായി വൻ തോൽവിയാ. 8 മാസങ്ങൾക്ക് മുമ്പ് എന്താ കാര്യം എന്നും കൂടെ പറയാണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോന്നവനാ ഈ പാട്രിക്. അതിനുശേഷം ഇന്നേ വരെ സ്വന്തം വീട്ടിൽ അവൻ കാലുകുത്തിയിട്ടില്ല. ഇടയ്ക്കിങ്ങനെ മകൾക്ക് ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ മേടിച്ച് കൊടുക്കുമെന്നല്ലാണ്ട് വേറെ ഒന്നുമില്ല. അങ്ങനെ ഈ സമയത്താണ് അവിടുത്തെ ന്യൂസ് ചാനൽ കാണിക്കുന്നത്. ന്യൂസ് ചാനലിലാണെങ്കിൽ വരാൻ പോകുന്ന മേയർ ഇലക്ഷന്റെ കാൻഡിഡേറ്റ് ആയ ലോറൻസിനെയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പുള്ളിക്കാരനെ ഒരു നാടിനെ ഡ്രഗ് ഫ്രീ സൊസൈറ്റി ഒക്കെ ആക്കാൻ നടക്കുന്ന ഒരു മനുഷ്യനാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പാട്രിക് തന്റെ വൈഫിനെ വിളിക്കുന്നത്. സംഭവം വേറെ ഒന്നുമില്ല, തന്റെ മകളുമായിട്ട് സംസാരിക്കാനാ. എന്റെ പൊന്നു പാട്രിക്ക് അവൾക്ക് ഫോൺ കൊടുക്കാൻ പോകുന്നില്ല. ഒരു പ്രശ്നമില്ലാണ്ട് 8 മാസങ്ങൾക്ക് മുമ്പ് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയവനാ നീ. അതിനുശേഷം എല്ലാം അവസാനിപ്പിച്ചു എന്ന് പറയാനായിട്ട് ഒരിക്കലെങ്ങാണ്ട് വന്നു. ഞാനാണെങ്കിൽ ഇവിടെ കടത്തിൽ മുങ്ങിയിരിക്കേ. നിന്റെ പ്രശ്നം എന്താ? പൈസയാണോ? അത് എത്രയെന്ന് വെച്ചാൽ ഞാൻ തരാം. ഹോ, നേരായ വഴി കൂടെ അല്ലാണ്ട് സമ്പാദിച്ച കാശല്ലേ, അതിൻ്റെ ആവശ്യം എനിക്കില്ല. ഇപ്പറഞ്ഞ നേരായ വഴി കൂടെ അല്ലാത്ത കാശ് കൊണ്ട് തന്നെയാണ് നമ്മളുടെ വീടിൻ്റെ ജപ്തി ഞാൻ ഒഴിവാക്കിയത്. അത് മറക്കണ്ട. അപ്പം നിനക്കെന്താ വായിൽ നാക്കുണ്ടായിരുന്നില്ലേ? വേണ്ടാന്ന് പറയായിരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വൻ സീനില്ല. പക്ഷെ എന്തൊക്കെ പറഞ്ഞിട്ടും വൈഫാണെങ്കിൽ മകൾക്ക് ഫോൺ കൊടുക്കുന്നില്ലാട്ടാ. അങ്ങനെ ഈ സമയത്താണ് ട്രക്കും വാഷിംഗ് മെഷീനും അടിച്ചുകൊണ്ട് പോയ പിള്ളേരെ കാണിക്കുന്നത്. ഇവരാണെങ്കിൽ പേടിച്ചുറച്ചാണ് ഇരിക്കുന്നത്. പിള്ളേരാണ്, ചെയ്യാൻ പാടില്ലാത്തതാണ് ചെയ്തത്. ഇതാണ് മിയ, ഇത് അവളുടെ ബോയ് ഫ്രണ്ട് ചാർലി, ഇത് അലക്സ്, ഇത് സാം. ഇതൊന്നും മുട്ടേന്ന് വിരിഞ്ഞിട്ടില്ലാട്ടാ. അപ്പോഴാണ് ഇമ്മാതിരി കണ്ണന്തിരിവ്. എൻ്റെ പൊന്ന് ചാർലി, വാഷിംഗ് മെഷീന് തേങ്ങ മാങ്ങാന്നൊക്കെ പറഞ്ഞിട്ടാ ആ ട്രക്ക് അടിച്ചുകൊണ്ട് വന്നത്. അതിനകത്ത് ഡ്രഗ്സ് ഉണ്ടെന്നൊന്ന് പറഞ്ഞൂടെ? അലക്സേ, നീ ഒന്ന് അടങ്ങ്, എല്ലാം നമുക്ക് സെറ്റാക്കാം. സോ വെറുതെ അല്ല ആ ട്രക്ക് ചേസ് ചെയ്ത് നാർക്കോട്ടിക്സ് ടീം തന്നെ വന്നുകൊണ്ടിരുന്നത്. അങ്ങനെ ട്രക്കിനകത്തുനിന്ന് കളക്ട് ചെയ്ത ഡ്രഗ്സുമായിട്ട് ഒരു പബ്ബിലോട്ട് പോകുന്നുണ്ട് നമ്മളുടെ ചാർലിയും മിയയും കൂടെ. അവിടെയാണ് ചാൻ. ഈ ചാനാണെങ്കിൽ ഇവരെയും കൊണ്ട് നേരെ സുയിയെ കാണാൻ പോകുന്നു. മറ്റേ സുയി അല്ല, സുയി. ഇങ്ങേരാണ് ഇവിടുത്തെ ഡ്രഗ് ലോഡ്. അത് മാത്രമല്ല, ട്രയാഡ് എന്ന് പറയുന്ന വലിയൊരു ഗുണ്ടാ സംഘത്തിന്റെ ഹെഡാ. ഇവന്റെ വലങ്കൈയാണ് ചാൻ. നീയൊക്കെ കൊള്ളാലോടാ, ഒരു പോലീസിനെ അടിച്ച് ഐസിയുലാക്കിയിട്ട് വരുന്ന വരവാ, അതും വാഷിംഗ് മെഷീനായിട്ട്. എന്തായാലും എനിക്ക് അങ്ങ് ബോധിച്ചു എന്നും പറഞ്ഞ് ഡ്രഗ്സൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട് കേട്ടാ. ഇനി എന്തിനാണ് ഇത്രയും ചെറിയ പ്രായത്തിൽ ഇത്രയും വലിയ പണിയെടുക്കുന്നതെന്നൊക്കെ അറിയണ്ടേ? സംഭവം വേറൊന്നുമില്ല, നമ്മളുടെ മിയ സുയിയുടെ കയ്യിൽ നിന്ന് കുറച്ച് പൈസ കടം വാങ്ങിച്ചിട്ടുണ്ട്. അത് കൊടുക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ മരണം ഉറപ്പാണ്. അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ചെയ്യാൻ പാടില്ലാത്ത ഓരോ കാര്യങ്ങളും സുയിക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്നത്. അതിൽ പറ്റിയൊരു അബദ്ധമാണ് കോർട്ടസ് എന്ന പോലീസുകാരൻ. സുയി ഒരു പണിയിൽ കൂടെ അവളുടെ കടങ്ങളൊക്കെ എഴുതി തള്ളാന്നാണ് സുയി പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഡീലിങ്സ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മളുടെ സാം ഒരു കാഴ്ച അങ്ങ് കാണുന്നത്. ഒരു വാന് ആ പബ്ബിന്റെ ഫ്രണ്ടിലോട്ട് വരുന്നു. അതിനകത്താണെങ്കിൽ ഹോക്കി മാസ്കും വെച്ചിട്ട് 3-4 പേരിരിക്കുന്നുണ്ട്. ഇവർ ദൂരെ ആയതുകൊണ്ട് തന്നെ എന്താ സംഭവം എന്നൊന്നും മനസ്സിലാവുന്നില്ല. അങ്ങനെ ഈ മാസ്ക് ഇട്ടവരെ നമ്മളുടെ ചേൻ കാണുന്നുണ്ട്. എന്നാൽ അവനാണെങ്കിൽ റിയാക്ട് ചെയ്യുന്നില്ല. അതുമാത്രമല്ല, അവന്മാർ ഇവനക്കൊരു മെസ്സേജ് അയക്കുന്നു, എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് പോകാൻ പറഞ്ഞിട്ട്. ലെവൻ പിന്നെ ഒന്നും നോക്കിയില്ല, പബ്ബിനകത്തോട്ട് പോകുന്നു. സുയി പോലും അറിയാണ്ട് സ്റ്റെയർ കേസ് വഴി മുകളിലോട്ട് കയറി രക്ഷപ്പെടുന്നു. ഇവന്റെ പെട്ടെന്നുള്ള പോക്കൊക്കെ കണ്ടിട്ടാകെ ഞെട്ടിയിരിക്കുകയാണ് നമ്മളുടെ മിയ. ഈ സമയത്താണ് മാസ്ക് വെച്ചവന്മാർ അടാറ് മെഷീൻ ഗണ്ണൊക്കെ ഇട്ട് വരുന്നത്.
ഇത് കണ്ടേക്ക് സേമാണെങ്കിൽ അപ്പം തന്നെ മിയക്ക് വിളിക്കുന്നുണ്ട്. മിയ എത്രയും പെട്ടെന്ന് അവിടുന്ന് മാറാൻ നോക്ക്. ഇത് പറഞ്ഞ് നാക്കെടുത്തില്ല വന്നവന്മാര് ചറ പറന്ന് പൊട്ടിച്ചുകൊണ്ടിരിക്കേ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പാട്രിക്കിനെ കാണിക്കുന്നത്. നമ്മളുടെ പാട്രിക്കിന് ഒരു പാർട്ട്ണർ ഉണ്ട് കേട്ടാ. അവളുടെ പേരാണ് എലീന. പക്ഷെ ഇവൾ എന്തു പറഞ്ഞാലും കട്ടക്ക് നെഗടിക്കും പാട്രിക്ക്. കാരണം ഇവനിക്ക് ഈ പാർട്ട്ണർമാരെ ഒന്നും കണ്ണെടുത്താൽ കണ്ടുകൂടാ. പുള്ളിക്കാരൻ എപ്പോഴും ഒറ്റയ്ക്ക് വർക്ക് ചെയ്യണം, അതുപോലെ തന്നെ ഫാമിലിയുമായിട്ട് ബന്ധമില്ല. ചുരുക്കി പറഞ്ഞാൽ മൊത്തത്തിൽ ഒരു നിഗൂഢത നിറഞ്ഞ ക്യാരക്ടർ. അതാണ് നമ്മളുടെ പാട്രിക്കിന്റെ. എന്തൊക്കെ പറഞ്ഞാലും എലീന ഇവന്റെ കയ്യിൽ നല്ല വൃത്തിക്ക് പെട്ടിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയാണ്. ട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു സാധനം ലെവന് ഇവളോടില്ല. ഇവളാണെങ്കിൽ മാക്സിമം എഫേർട്ട് ഇട്ടിട്ടൊക്കെ അടുക്കാനൊക്കെ നോക്കുന്നുണ്ട്. പക്ഷെ എന്ത് കാര്യം. അങ്ങനെ ഈ സമയത്താണ് പബ്ബി നടക്കുന്ന വെടിവെപ്പിനെ കുറിച്ച് ഇവരറിയുന്നത്. പിന്നെ ഇവരൊന്നും നോക്കിയില്ല, അങ്ങോട്ട് പോകുന്നു. പക്ഷെ അവിടെ എത്തുമ്പോഴത്തേനും വെടിയും പുകയും കഴിഞ്ഞ് മൊത്തത്തിൽ ശാന്തമായിട്ടുണ്ട്. അതുമാത്രമല്ല പോലീസ്, ഫോറൻസിക് എന്ന് വേണ്ട സകലമാന ആൾക്കാരും എത്തിയിട്ടുണ്ട്. പിന്നെ പോരാത്തതിന് സുയി ഉൾപ്പെടെയുള്ള ഗുണ്ടാ സംഘം മൊത്തത്തിൽ ആയിട്ടുണ്ട്. അങ്ങനെ പാട്രിക്ക് വരുന്നു. അവിടെ നടന്ന കാര്യങ്ങളൊക്കെ അവന്റെ പെർസ്പെക്റ്റീവിൽ ആലോചിച്ച് നോക്കുന്നു. ഹോക്കി മാസ്ക് ഇട്ട ടീം അകത്ത് കിടക്കുന്നു. എല്ലാവരെയും കൊന്ന് അവിടെ ഒരു രക്തക്കളം ഒരുക്കുന്നുണ്ട്. ഇതൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ഓഫീസർ അങ്ങോട്ട് വരുന്നത്. എന്താടാ കോർട്ടസിന്റെ കാര്യം? കോർട്ടസിന്റെ എന്ത് കാര്യം? അപ്പൊ നീ ഒന്നും അറിഞ്ഞില്ലേ? എടാ നേരത്തെ ഒരു ചേസിൽ അവനക്ക് നല്ല പരിക്ക് പറ്റിയിട്ടുണ്ട്. ഇപ്പൊ സർജറിയാന്ന് കേട്ട്. ഇത് കേട്ടേക്ക് പാട്രിക് ആണെങ്കിൽ അങ്ങ് ഞെട്ടിത്തരിക്കുന്നുണ്ട്. കാരണം ഫസ്റ്റ് സീനിൽ കണ്ട നാർക്കോട്ടിക്സ് ടീമിലാണ് നമ്മളുടെ പാട്രിക് ആദ്യം വർക്ക് ചെയ്തിരുന്നത്. അപ്പം മുതലുള്ള ബന്ധമാണ് വിൻസെന്റുമായിട്ടും ജെയ്ക്കുമായിട്ടും കോർട്ടസുമായിട്ടൊക്കെ. ചുരുക്കി പറഞ്ഞാൽ നല്ല കട്ട ചങ്സ്. പക്ഷെ ഇപ്പോ അത്ര രസത്തിലല്ലാട്ടാ. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഒരു ഫ്രണ്ട് സീരിയസ് ആയിട്ട് കിടക്കുക എന്നൊക്കെ പറയുമ്പോൾ വിഷമല്ലാണ്ടിരിക്കില്ലല്ലോ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കൂടെയുള്ള ഒരു പോലീസുകാരൻ ഒരു കാര്യം പറയുന്നത്. ഇവിടുന്ന് കുറച്ച് സസ്പെക്ട് സ്റ്റെയർ കേസ് വഴി രക്ഷപ്പെട്ടിട്ടുണ്ട്. അതിലെ കുറച്ച് പേര് CCTVയിൽ കുടുങ്ങിയിട്ടുമുണ്ട്. ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മളുടെ എലീനക്ക് ഹോക്കി മാസ്കിൻ്റെ ഒരു പീസ് കിട്ടുന്നത്. പക്ഷെ അവളാണെങ്കിൽ അത് പാട്രിക്കിനോട് പറയുന്നില്ല കേട്ടാ. എന്താ കാര്യം എന്നുള്ളത് ഞാനായിട്ട് പറയണ്ടല്ലോ. അങ്ങനെ CCTV ദൃശ്യങ്ങളൊക്കെ പാട്രിക്കിന് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അതും നമ്മളുടെ എലീന. അപ്പോഴാണ് പാട്രിക്ക് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത്. ഒന്ന്, ചാർലിയുടെ മുഖം. ആ മുഖം കണ്ടേക്ക് അവന് മനസ്സിലായി ഇതാരാണെന്നും എന്താണെന്നും. പക്ഷെ അറിയാത്തതുപോലെയാണ് അവൻ നിൽക്കുന്നത്. രണ്ട്, ചാർലിയുടെ കയ്യിലൊരു പിസ്റ്റലുണ്ട്. ഇവിടെ നടന്നിട്ടുള്ള വെടിവെപ്പിന്റെ ബുള്ളറ്റും ഷെൽസും ഒക്കെ കണ്ടാൽ തന്നെ മനസ്സിലാവും ഇതൊരു അസോൾട്ട് ഗണ്ണോട് നടത്തിയിട്ടുള്ള പെരുന്നാളാണ്. സോ പിസ്റ്റല് ചാർലി യൂസ് ചെയ്തിട്ടില്ല. അതിനർത്ഥം ചാർലി, മിയ ഇവർക്ക് രണ്ടുപേർക്കും ഈ കൊലയിൽ പങ്കില്ലാന്നാ. എലീന, ഇതെന്താ റൈഫലോ അല്ലെങ്കിൽ മെഷീൻ ഗണ്ണോ? ഇതൊന്നുമല്ലല്ലോ, പിസ്റ്റലല്ലേ. പിന്നെ എന്ത് തേങ്ങക്കാ നീയൊക്കെ സസ്പെക്ട് എന്ന് വിളിക്കുന്നത്? മര്യാദക്ക് നോക്കൂല, വെറുതെ കിടന്ന് ഓവറാക്കുക എന്നൊക്കെ പറഞ്ഞ് കുറെ കളിയാക്കുന്നുണ്ട് നമ്മൾ ഡെലീനെ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മറ്റൊരു കാര്യം അവർ കാണുന്നത്. ആ പബ്ബിന്ന് ബുള്ളറ്റ് മുറിവോടുകൂടെ ആരോ രക്ഷപ്പെട്ടു പോയിട്ടുണ്ട്. ഇത് മനസ്സിലാവാൻ കാരണം വേറെ ഒന്നുമില്ല, രക്ഷപ്പെട്ടു പോയവന്റെ ബ്ലഡ് സ്റ്റെയിൻസ് അവിടെ കാണാനുണ്ട്. ഈ ഗ്യാങ്ങിൽ നിന്ന് ആരോ രക്ഷപ്പെട്ടിട്ടുണ്ട്. മിക്കവാറും ഏതേലും ഹോസ്പിറ്റലിൽ ഉണ്ടാവും. കൊണ്ടിരിക്കുന്ന ബുള്ളറ്റാ. സോ കണ്ട ഹോസ്പിറ്റലും ICUലൊക്കെ കയറി തപ്പിക്കോ. അവനെ എനിക്ക് കിട്ടിയേ പറ്റുള്ളൂ എന്നും പറഞ്ഞ് ലെവൻ നേരെ പോകുന്നത് ഇലക്ഷന് മത്സരിക്കാൻ നിൽക്കുന്ന ലോറൻസിനെ കാണാനാ. പുള്ളിക്കാരനൊരു രാഷ്ട്രീയക്കാരൻ മാത്രമല്ലാട്ടാ, നല്ല ഒന്നാന്തരം റിയൽ എസ്റ്റേറ്റുകാരൻ കൂടിയാ. അത് മാത്രമല്ല ഇങ്ങേർക്ക് വേണ്ടിയിട്ട് അല്ലറ ചില്ലറ ഡേർട്ടി വർക്കൊക്കെ ചെയ്തു കൊടുക്കുന്ന ആളാണ് നമ്മളുടെ പാട്രിക്ക്. അങ്ങനെ പാട്രിക്ക് ചാർലിയുടെ ഫോട്ടോ അങ്ങ് കാണിച്ചു കൊടുക്കുന്നു. ഇത് കണ്ടേക്ക് ലോറൻസ് ആണെങ്കിൽ അങ്ങ് ഞെട്ടിത്തരിക്കുന്നുണ്ട്. കാരണം ഇത് ഇങ്ങേരുടെ മകനാ. എടോ ലോറൻസ്, തന്റെ മകൻ എവിടെയുണ്ട്? അവൻ്റെ അമ്മയുടെ മരണത്തിന് ശേഷം അവൻ എന്നോട് സംസാരിക്കാറില്ല. പാട്രിക്, എൻ്റെ മകന് എന്തായാലും ഇതിൽ പങ്കുണ്ടായിരിക്കില്ല. ലോറൻസ്, ഇതിൽ പങ്കുണ്ടേലും ശരി ഇല്ലേലും ശരി CCTVയിൽ അവൻ്റെ മുഖം നല്ല വ്യക്തമായിട്ട് കിട്ടിയിട്ടുണ്ട്. പോലീസുകാർ അവനെ കണ്ടുപിടിച്ചില്ലെങ്കിലും ആ ഗുണ്ടാസംഘം അവനെ കണ്ടുപിടിക്കുകയും ചെയ്യും, തീർക്കുകയും ചെയ്യും. പാട്രിക്ക്, എങ്ങനെയും അവനെ കണ്ടുപിടിക്ക്, രക്ഷിക്ക്. എനിക്കൊന്നും വയ്യ ഈ വക പരിപാടിക്ക് ഇറങ്ങാൻ. നീ ഇറങ്ങും, അറിയാലോ. നീയും നിന്റെ നാർക്കോട്ടിക് കൂട്ടുകാരും കൂടെ കാട്ടിക്കൂട്ടിയ നൂലാമാല അതിൽ നിന്ന് രക്ഷിച്ചേ ഞാനാ. അതിപ്പോഴും വേണേലും എനിക്ക് പുറത്ത് പറഞ്ഞിട്ട് നിന്നെയൊക്കെ അകത്താക്കാൻ പറ്റും. അത് മറക്കണ്ട. നിനക്ക് എന്ത് വേണേലും ഞാൻ തരാം. തൻ്റെ കാശിന് വേണ്ടിയിട്ടല്ല, തനിക്ക് വേണ്ടിയിട്ട് കുറെ കാലമായിട്ട് കണ്ട ഡേർട്ടി വർക്കൊക്കെ ഞാൻ ചെയ്യുന്നു. അതെന്നേക്കുമായിട്ട് അവസാനിപ്പിക്കണം. തൻ്റെ മുഖം ഇനി എൻ്റെ ലൈഫിൽ ഞാൻ കാണരുത്. ഈ ചാർലി എങ്ങോട്ടേലും നാട് കടത്തുകയും വേണം. സിറ്റിയൊക്കെ ഡ്രഗ് ഫ്രീ ആക്കാൻ നോക്കുന്ന വലിയ മുതലല്ലേ താനത്ര നല്ലവനൊന്നും അല്ലല്ലോ. അങ്ങനെ ഇതും പറഞ്ഞ് ഡീലിലെത്തുന്നു. ഈ ലോറൻസിന് വേണ്ടിയിട്ട് കുറെ ഡേർട്ടി വർക്ക് ഇവൻ ചെയ്തു കൊടുക്കാറുണ്ട്. അതിന് പകരമായിട്ട് പൈസയും കിട്ടും. പക്ഷെ പ്രധാനമായിട്ടും പൈസക്ക് വേണ്ടിയിട്ടല്ല. പാട്രിക്കിനെയും ഇവന്റെ കൂട്ടുകാരെയും പൂട്ടാൻ പറ്റുന്ന ഒരു യമണ്ടൻ ബോംബ് ലോറൻസിന്റെ കയ്യിലുണ്ട്. സോ അതെല്ലാം മറക്കാന്ന് ലോറൻസ് വാക്കുകൊടുക്കുന്നു. പകരം ചാർലിയുടെ ജീവൻ. ഇതാണ് ഡീൽ. ചുരുക്കി പറഞ്ഞ പാട്രിക്കിനും പാട്രിക്കിന്റെ നാർക്കോട്ടിക് കൂട്ടുകാർക്കും രഹസ്യമായിട്ട് പല കാര്യങ്ങളുണ്ട്. അതെന്താണെന്നും ഏതാണെന്നൊക്കെ നമുക്ക് വഴിയേ പറയാം. അങ്ങനെ ചാർലിയെ കണ്ടുപിടിക്കാനായിട്ട് അങ്ങ് ഇറങ്ങിത്തിരിക്കുന്നുണ്ട് നമ്മളുടെ പാട്രിക്ക്. അങ്ങനെ ഈ സമയത്താണ് മരിച്ച സൂയിഡമ്മ ഇങ്ങോട്ടെത്തുന്നത്. സൂയിഡ പോലെയല്ല, സൂയിഡമ്മ ഗാങ്സ്റ്റർ എന്നൊക്കെ പറഞ്ഞാൽ നല്ല യമണ്ടൻ സ്വാഗുള്ളൊരു ഗാങ്സ്റ്റർ.
തൻ്റെ മകനെ കൊന്നവരെ എങ്ങാനും ഇവളുടെ കയ്യിൽ കിട്ടിയ പിന്നെ ലെവൻ്റെ കാര്യം പോക്കാം. അമ്മച്ചിയാണെങ്കിൽ മകൻ്റെ ബോഡിയൊക്കെ കണ്ടിട്ട് കരഞ്ഞോണ്ടിരിക്കേ. അതേസമയം ചാനിനെ കാണിക്കുന്നുണ്ട് കേട്ടാ. സുയ്യെ കൊന്ന സംഭവത്തിൽ പുള്ളിക്കാരന് പങ്കുണ്ടായിട്ടും അതൊന്നും കാണിക്കാണ്ട് നല്ല കുട്ടിയായിട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുക ചാന്. അങ്ങനെ അമ്മച്ചി വരുന്നു, അവൻ്റെ അരയിന്ന് ഗണ്ണെടുക്കുന്നു. എന്നിട്ട് ലെവൻ്റെ സെക്യൂരിറ്റീസിനെ പടാന്നങ്ങ് പൊട്ടിക്കുന്നുണ്ട്. എന്നിട്ട് ആ തോക്ക് അങ്ങേരുടെ തലക്കങ്ങ് ചൂണ്ടുന്നു. സത്യം പറഞ്ഞാൽ ചാനിൻ്റെ ചേട്ടൻ്റെ ഭാര്യയാണ് ഈ അമ്മച്ചി. പക്ഷേ ഈ വക സെന്റിമെന്റ്സ് ഒന്നും പുള്ളിക്കാരിത്തിക്കില്ല. അത് മാത്രമല്ല, അവൾ ഒറ്റയ്ക്കല്ല ഇങ്ങോട്ട് വന്നിരിക്കുന്നത്, അവളുടെ എൻ്റെ ടീമും കൂടെ വന്നിട്ടുണ്ട്. എൻ്റെ മകനെ കൊന്നതാരാ? ഇത് കേട്ടേക്ക് ചാർലീനെയാണ് പുള്ളിക്കാരൻ ചൂണ്ടിക്കാണിക്കുന്നത്. ഇതേ സമയം പാട്രിക് ആണെങ്കിൽ ഒരു തെരുവിലോട്ട് പോകുന്നുണ്ട് കേട്ടാ. മറ്റേ പബ്ബിനകത്തുനിന്ന് ഗുണ്ടാ സംഘത്തിൽ ഒരുത്തൻ വെടികൊണ്ട് രക്ഷപ്പെട്ടിട്ടുണ്ട്. അവനെ കണ്ട ഹോസ്പിറ്റലിലൊക്കെ കയറി തപ്പണമെന്നാണ് പാട്രിക് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ബാക്കിയുള്ള പോലീസുകാരോട്. പക്ഷെ അതെല്ലാം വെറും ഒരു വഴിതിരിച്ചുവിടൽ മാത്രമാണ്. കാരണം ഇമാതിരി കേസ് കെട്ടുകളൊക്കെ പോവാ ലെവൻ്റെ അടുത്താ. ഇങ്ങേരാണെങ്കിൽ ബുള്ളറ്റൊക്കെ എടുത്ത് മാറ്റി രക്ഷിക്കാനാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ബുള്ളറ്റും കൊണ്ട് ഹോസ്പിറ്റലിലോട്ട് പോവാന്നൊക്കെ പറയുന്നത് അത്ര ശരിയാവുന്ന കാര്യമല്ലല്ലോ. അങ്ങനെ ഈ ബിൽഡിങ്ങിൽ കയറുന്നു, സെക്യൂരിറ്റി അടിച്ചോടിക്കുന്നു. എന്നിട്ട് വെടിക്കൊണ്ടവനെ അങ്ങ് ചോദ്യം ചെയ്യാൻ ആരംഭിക്കുന്നുണ്ട്. എന്നാൽ അവനാണെങ്കിൽ വല്ലാണ്ട് സഹകരിക്കുന്നില്ല. പിന്നെ പറയണ്ടല്ലോ, ബുള്ളറ്റ് കൊണ്ട് ഓട്ടോയിലോട്ട് കൈയിട്ടിട്ട് അങ്ങ് ടോർച്ചർ ചെയ്യുന്നുണ്ട് പാട്രിക്. സോ മണി പോലെ കാര്യങ്ങളൊക്കെ അങ്ങ് പുറത്തു വരുന്നു. പാട്രിക് വിചാരിച്ച പോലെ തന്നെ ചാർലി നിരപരാധിയാ. അത് മാത്രമല്ല, ഹോക്കി മാസ്ക് വെച്ച 3 ആൾക്കാരാണ് സുയെ കൊന്നത്. എടോ, ഇമാതിരി കേസ് കെട്ടുകളൊക്കെ തൻ്റെ അടുത്ത് വന്ന് വിളിച്ച് പറയണോന്നറിയില്ലേ? അതിനല്ലേ തനിക്ക് ഞാൻ കാശ് തരുന്നത്. ഇനി ഇത് വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. താൻ ചെയ്യുന്ന തെറ്റുകളൊക്കെ മറച്ചു വെക്കണമെങ്കിൽ ഇത് അവസാനിപ്പിച്ചേക്ക്. ഇത് കേട്ടേക്ക് പുള്ളിക്കാരൻ്റെ കഴുത്തങ്ങ് അറക്കുന്നുണ്ട്. സോ ഇങ്ങനെ നമ്മളുടെ പാട്രിക്കിന്റെ ഇൻഫോമർ മാത്രമല്ല, നല്ല ഒന്നാം തരം ക്രിമിനലും. അങ്ങനെ പാട്രിക് അവിടുന്ന് നേരെ പോകുന്നത് ഹോസ്പിറ്റലിലോട്ടാണ്. കോർട്ടസിനെ കാണാനാണ് പോകുന്നത്. അങ്ങനെ ഹോസ്പിറ്റലിലെത്തി. അവിടെയാണെങ്കിൽ ഇവന്റെ കൂട്ടുകാർ മൊത്തമുണ്ട്. വിൻസെന്റും ജെയ്ക്കും എല്ലാവരും ഉണ്ട്. ഇവനെ കണ്ടേക്ക് എന്നെ ഇപ്പോഴാണോ വരുന്നതെന്നും ചോദിച്ച് വൻ സീനാക്കുന്നുണ്ട് ജെയ്ക്ക്. അങ്ങനെ വിൻസെന്റ് വരുന്നു, എല്ലാം ഓക്കെ ആക്കുന്നു. അത് മാത്രമല്ല, പുള്ളിക്കാരൻ ഒരു കാര്യം അങ്ങ് പറയുന്നുണ്ട്. പാട്രിക്കേ, പബ്ബിനകത്തെ വെടിവെപ്പിൽ മുഖ്യപ്രതിയാ ലോറൻസിന്റെ മോനാന്നൊരു കരക്കമ്പി ഉണ്ടല്ലോ. നോക്കിയേ, ലോറൻസുമായിട്ടുള്ള ബന്ധത്തിന്റെ പേരിൽ നീയെങ്ങാനും ചാർലിയെ രക്ഷിക്കാൻ നോക്കിയാ പിന്നെ എന്താ നടക്കാന്ന് ഞാനായിട്ട് പറയണ്ടല്ലോ. ആ പന്ന ചാർലിയാ നമ്മളുടെ കോർട്ടസിനിട്ട് പണി കൊടുത്ത്. ഇതൊക്കെ കേട്ടിട്ട് ഒന്നും പറയാണ്ട് കോർട്ടസിനെ കാണാനായിട്ട് പോകുന്നുണ്ട് പാട്രിക്. അവന്റെ കണ്ടീഷനാണെങ്കിൽ വൻ മോശ. റിക്കവർ ആവാനായിട്ട് കുറെ സമയമെടുക്കും. കോർട്ടസിന്റെ വൈഫാണെങ്കിൽ കരഞ്ഞ് ഇല്ലാണ്ടായിട്ടുണ്ട്. പാട്രിക്, കോർട്ടസിന് നിന്നെ വലിയ കാര്യമായിരുന്നു. നാർക്കോട്ടിക്സ് ഡിപ്പാർട്ട്മെന്റ് വിടണമെന്നും നിന്റെ യൂണിറ്റിൽ ജോയിൻ ചെയ്യണമെന്നും അവൻ എപ്പോഴും പറയാറുണ്ടായിരുന്നു. പാട്രിക്കെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നീയും കോർട്ടസും വിൻസെന്റും പിന്നെ നിങ്ങളുടെ കൂട്ടുകാരും കൂടെ എന്തൊക്കെയാ ചെയ്ത് കൂട്ടിയിട്ടുള്ളത്? ഇന്നലെ കോർട്ടസിനെ സർജറിക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പ് നിങ്ങളുടെ പാസ്റ്റിനെ കുറിച്ചാണ് അവൻ സംസാരിച്ചിരുന്നത്. ഇതൊക്കെ പറയുമ്പോഴാണ് ആ പാസ്റ്റ് അങ്ങ് കാണിച്ചു തരുന്നത്. ഒരു ഗുണ്ടാ സംഘത്തിന്റെ ലോക്കറും പൊളിച്ച് അവിടുത്തെ ഡ്രഗ്സും പണവും പാട്രിക്കും ടീമും അടിച്ചു മാറ്റുന്നു. അതിന് നേതൃത്വം കൊടുക്കുന്നത് ഇവരുടെ ഹെഡായ വിൻസെന്റും. ഈ ഡ്രഗ്സൊക്കെ അടിച്ചു മാറ്റി പുറത്തുള്ള വലിയ സ്രാവുകൾക്ക് വിൽക്കുക, ഇതായിരുന്നു ഇവരുടെ പ്ലാൻ. എന്നാൽ അപ്പോഴാണ് അങ്ങോട്ടൊരുത്തം വരുന്നത്. ഇത് കണ്ടേക്ക് പാട്രിക് ആണെങ്കിൽ അവന്റെ തലക്കങ്ങ് അടിക്കുന്നുണ്ട്. അപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ചെയ്തു പോയതാ. പിന്നെ ക്രിമിനൽസിന്റെ ഏരിയ ആണല്ലോ, ക്രിമിനൽസ് ആയിരിക്കും ഇങ്ങോട്ട് വരിക. സോ വലിയ സീനൊന്നുമില്ല. പക്ഷേ അടി കൊണ്ടവന്റെ കയ്യിലാണെങ്കിൽ ഒരു റേഡിയോ ഉണ്ട്. വിച്ച് മീൻസ് അങ്ങേരു ഒരു അണ്ടർ കവർ പോലീസാ. കൂട്ടത്തിൽ ഒരാളെ തന്നെ കൊല്ലാന്ന് പറയുന്നത്, അതും നല്ലവനായിട്ടുള്ള ഒരു മനുഷ്യനെ കൊല്ലാന്ന് പറയുന്നത് ശരിയല്ലല്ലോ. സോ എത്രയും വേഗം ഹോസ്പിറ്റലിൽ എത്തിക്കാന്നാണ് പാട്രിക് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇങ്ങേര് രക്ഷപ്പെട്ട ഇവർക്ക് തന്നെയാണ് പണി കിട്ടുക. ഒരൊറ്റ കാരണവും പറഞ്ഞ് അങ്ങേരെ അങ്ങ് കൊല്ലുന്നുണ്ട് നമ്മളുടെ വിൻസെന്റ്. അന്നു മുതൽ ആരംഭിച്ച കുറ്റബോധ നമ്മളുടെ പാട്രിക്കിന്. അതുകൊണ്ട് തന്നെ തൻ്റെ ഫാമിലിയുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നില്ല, ആരുമായിട്ടും സംസാരിക്കാൻ പറ്റുന്നില്ല. ചുരുക്കി പറഞ്ഞാൽ മൊത്തത്തിൽ കയ്യിന്ന് പോയിട്ടുള്ളൊരവസ്ഥ. ഇതൊക്കെ നടന്നിട്ട് ഏകദേശം 8 മാസത്തോളമായി. സോ ഈ ഒരു സംഭവമാണ് സിനിമയുടെ ഫസ്റ്റ് സീനിൽ കാണിച്ചത്. അങ്ങനെ ഇതിനെക്കുറിച്ചൊന്നും അധികം സംസാരിക്കാണ്ട് അവിടെ നിന്ന് അങ്ങ് പോകുന്നുണ്ട് നമ്മളുടെ പാട്രിക്. ഇതേ സമയം മിയനെയും ചാർലിനെയും കാണിക്കുന്നുണ്ട് കേട്ടാ. ഇവര് വല്ലാത്തൊരവസ്ഥയിലാണ്. നാട് മൊത്തം അറിഞ്ഞിട്ടുണ്ട് നടന്ന കാര്യങ്ങളെക്കുറിച്ച്. അത് മാത്രമല്ല, പിന്നാലെ വരുന്നത് ഗാങ്സ്റ്റേഴ്സും പോലീസൊക്കെയാണ്. സോ ആകെ കയ്യിന്ന് പോയിട്ടാണ് ഇരിക്കുന്നത്. ഇതാണ് തിയോ, നമ്മളുടെ മിയയുടെ വളർത്തച്ഛൻ. ഇവിടെ ചാർലിക്കാണെങ്കിൽ പൈസക്കാരനായ ഒരു തന്തയുണ്ട്. എന്നാൽ ഇവൾക്കാണെങ്കിൽ ഒരു ജങ്ക്യാർഡ് നടത്തുന്ന ഒരു വളർത്തച്ഛൻ മാത്രമേ ഉള്ളൂ. ഇങ്ങേർക്കാണെങ്കിൽ കള്ള പാസ്പോർട്ട് ഉണ്ടാക്കുന്ന അല്ലറ ചില്ലറ പരിപാടിയൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ ഫേക്ക് പാസ്പോർട്ട് ഉണ്ടാക്കി ഇവിടുന്ന് പുറത്തുവിടാനാ ഇങ്ങേരുടെ പ്ലാൻ. അതുവരെ എവിടെയെങ്കിലും സേഫ് ആയിട്ട് ഇരിക്കാനാണ് പറയുന്നത്. അത് മാത്രമല്ല, അവൾക്കൊരു ഫോണും കൊടുക്കുന്നുണ്ട്. ഇങ്ങോട്ട് വിളിക്കരുത്, ഞാൻ അങ്ങോട്ട് വിളിച്ചോളാം എന്നും പറഞ്ഞാണ് ഈ ഒരു ഫോൺ കൊടുക്കുന്നത്. കാരണം സേഫ് അല്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പാട്രിക് നേരെ സ്റ്റേഷനിലോട്ട് പോകുന്നത്. അവിടെ ഏത് റൂട്ടിലാണ് ഈ കേസ് പോകുന്നതെന്ന് അറിയണ്ടേ? അതിനു വേണ്ടിയിട്ടാണ് പുള്ളിക്കാരൻ പോകുന്നത്. അപ്പോഴാണ് എലീന ക്രൈം സീനിൽ നിന്ന് കിട്ടിയ മറ്റേ സാധനം കാണിച്ചു കൊടുക്കുന്നത്. അവളാണെങ്കിൽ അത് എന്താ ഏതാന്നൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്. സംഭവം വേറൊന്നുമില്ല, ഇതൊരു ഹോക്കി മാസ്കിന്റെ പീസാണ്. അതിൻ്റെ മേളിൽ കുറച്ച് ബ്ലഡ് ഉണ്ട്. സോ അതൊക്കെ ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട് കേട്ടാ. അത് മാത്രമല്ല, മരിച്ച സൂയുടെ ഫ്യൂണറലിന് വന്ന കുറച്ച് ആൾക്കാരുടെ ഫോട്ടോസ് എലീനെ കളക്ട് ചെയ്തിട്ടുണ്ട്.
വിച്ച് മീൻസ് സൂയിയുടെ അമ്മ അവളുടെ ആൾക്കാരും. ഈ അമ്മയുടെ പേരാണ് ആലീസ്. പിന്നെ പോരാത്തതിന് മിയേനെ പിടിക്കാനാണ് ഇവരുടെ പ്ലാൻ. മിയേനെ പിടിച്ചാൽ ഉറപ്പായിട്ടും ചാർലീനെയും കിട്ടും. അപ്പോഴാണ് ഇവരുടെ ക്യാപ്റ്റൻ അങ്ങോട്ട് വരുന്നത്. പാട്രിക്, ഈ കേസ് ഇനി എലീനയും വേറെ ആളും കൂടെ നോക്കിക്കോളും. CCTV കണ്ടേക്ക് നിനക്ക് മനസ്സിലായി ആ ലോറൻസിന്റെ മോന് ഇതിലുണ്ട് എന്നുള്ളത്. അവൻ കാരണം നമ്മളുടെ കോർട്ടസ് അവിടെ ജീവന് പോരടിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ട്രക്ക് മോഷ്ടിച്ചത് അവനാന്ന് നമുക്ക് റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് നീ എന്താ ചെയ്യുന്നത്? അവനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നും പറഞ്ഞ കേസിൽ നിന്ന് അങ്ങ് മാറ്റി നിർത്തുന്നുണ്ട് പാട്രിക്കിനെ. പാട്രിക്ക് പിന്നെ ഒന്നും നോക്കിയില്ല. എലീനയുടെ കാല് പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എലീന, ആ പിള്ളേർ ഇന്നസെന്റാ. ഇനിയും വൈകിയ അവരുടെ ഡെഡ് ബോഡിയോ നമുക്ക് കിട്ടുക. സോ പറ, ചാർലിയുടെ കൂടെയുള്ള മിയേനെ കുറിച്ച് എന്തേലും റിപ്പോർട്ടുണ്ടോ? നീയൊന്ന് പോയ മനുഷ്യനെ വെറുതെ പ്രാന്താക്കാണ്ട്. പക്ഷെ എന്തൊക്കെ പറഞ്ഞിട്ടും പാട്രിക് ആണെങ്കിൽ യാചിച്ചുകൊണ്ടിരിക്കേ. അങ്ങനെ അവസാനം മിയയുടെ വളർത്തച്ഛൻ്റെ ജങ്ക്യാർഡിനെ കുറിച്ച് ഇൻഫർമേഷൻ കൊടുക്കുന്നുണ്ട് എലീന. ഇതേ സമയം ലോറൻസ് ആണെങ്കിലോ ഒരു ട്രാഫിക്കിനകത്ത് പെട്ടിരിക്കുകയാണ്. അവനാണെങ്കിൽ തൻ്റെ മകനെ കുറിച്ച് ആലോചിച്ചാകെ ഭ്രാന്തെടുത്തിട്ടിരിക്കേ. അവൻ്റെ സെക്യൂരിറ്റീസ് കുറെ പറയുന്നുണ്ട് തൽക്കാലത്തിന് സിറ്റിയിൽ നിന്നൊന്ന് മാറി നിൽക്കാന്നൊക്കെ. കാരണം പിന്നാലെയുള്ളത് അത്രയും വലിയ ഗാങ്സ്റ്റേഴ്സാ. അങ്ങനെ ഈ സമയത്താണ് ആ ട്രാഫിക്കിലോട്ട് 2-3 ബൈക്കുകൾ വരുന്നത്. അതിൻ്റെ മേളിൽ നിന്ന് ഒരുത്തിയാണെങ്കിൽ അങ്ങ് ചാടി ഇറങ്ങുന്നുണ്ട് വിത്ത് ഷോട്ട് ഗണ്ണ്. അങ്ങനെ ഇവന്മാർ വരുന്നു, ലോറൻസിന്റെ വണ്ടിയുടെ മേളിലോട്ട് അങ്ങ് കയറുന്നു. ഇത് കണ്ടേക്ക് സെക്യൂരിറ്റീസ് ആണെങ്കിൽ മേളിലോട്ട് ഗണ്ണും പിടിച്ച് നിൽക്കുന്നുണ്ട്. ആ ഒരു ഗ്യാപ്പിൽ ഷോട്ട് ഗണ്ണുകൊണ്ട് സൈഡിൽ കൂടെ അങ്ങ് പൊട്ടിക്കുന്നുണ്ട് മറ്റവള്. അങ്ങനെ എല്ലാ സെക്യൂരിറ്റീസിനെയും അങ്ങ് ഇല്ലാണ്ടാക്കുന്നു. ആ വണ്ടിയുടെ അകത്താണെങ്കിൽ ഫുള്ള് ചോരയാ. അങ്ങനെ ഈ കൊല്ലാൻ വന്നവന്മാരൊരു ഫോണും വിളിച്ച് ലോറൻസിന് അങ്ങ് കൊടുക്കുന്നുണ്ട്. സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആലീസാ. ഞാൻ ഈ ലോകത്തിന്റെ ഒരറ്റത്ത് നിന്നും ഈ സിറ്റിയിലേക്ക് എത്തിയത് ജസ്റ്റ് എൻ്റെ മകന്റെ ബോഡി ഐഡന്റിഫൈ ചെയ്യാനാ. ഇനി ഞാൻ വരാൻ പോകുന്നത് നിന്റെ മകന് വേണ്ടിയിട്ടാ. നിങ്ങളാരാ? നിന്നെപ്പോലെ തന്നെ ഒരു പേരന്റ് എന്നും പറഞ്ഞാൽ ഫോൺ അങ്ങ് കട്ട് ചെയ്യുന്നു. ലോറൻസിനെ അങ്ങ് കൊണ്ടുപോകുന്നു. ഇതേ സമയം പാട്രിക് ആണെങ്കിൽ തിയോടെ ജങ്ക്യാർഡിൽ എത്തിയിട്ടുണ്ട് കേട്ടാ. ഈ തിയോ മണ്ടനാണേലോ ഇവന്റെ ബാഡ്ജ് കണ്ടേക്ക് വേഗം ഓടിപ്പോയിട്ട് ആ പാസ്പോർട്ടൊക്കെ ഒളിച്ചു വെക്കാൻ നോക്കുന്നുണ്ട്. അതാണെങ്കിൽ പാട്രിക് അങ്ങ് കയ്യോടെ പിടിക്കുകയും ചെയ്തു. സോ ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എടോ തിയോ, നിന്റെ മിയക്കോ ചാർലിക്കോ എൻ്റെ ഹെൽപ്പില്ലാണ്ട് ഈ സിറ്റി വിട്ട് പുറത്തു പോകാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. പക്ഷെ തിയോക്കാണെങ്കിൽ അവരെവിടെയാണ് ഒളിച്ചിരിക്കുന്നതെന്നൊന്നും യാതൊരു ഐഡിയ ഇല്ല. സോ തിയോടെ ഫോൺ എടുക്കുന്നു. എന്നിട്ട് മിയക്ക് കൊടുത്ത ഫോണിലോട്ട് ഒരു മെസ്സേജ് അയക്കുന്നു. പാസ്പോർട്ട് റെഡി ആയിട്ടുണ്ട്, നൈറ്റ് മെഡൂസ ക്ലബ്ബിൽ വെച്ച് കാണാമെന്നും പറഞ്ഞിട്ട്. അപ്പോഴാണ് ബാക്കിയുള്ള പോലീസുകാർ അങ്ങോട്ട് വരുന്നത്. നീ എന്നോട് പറഞ്ഞൊന്നും അവരോട് പറയരുത്, നമ്മൾ സംസാരിച്ചൊന്നും ആരും അറിയാൻ പാടില്ല എന്നും പറഞ്ഞ് ഗണ്ണും പിടിച്ച് അങ്ങ് അലറുന്നുണ്ട് പാട്രിക്ക്. അതും തിയോടെ കയ്യിൽ ഗണ്ണുണ്ട് പറഞ്ഞിട്ട്. ഇത് കേട്ടേക്ക് പോലീസുകാരാണെങ്കിൽ അത് നോക്കാനിരിക്കേ. ആ ഒരു ഗ്യാപ്പിൽ പാട്രിക്ക് നല്ല നൈസായിട്ട് അങ്ങ് സ്കൂട്ടാവുന്നു. ഇതേ സമയം ആലീസിനെ കാണിക്കുന്നുണ്ട് കേട്ടാ. എൻ്റെ മകൻ മരിക്കുമ്പോൾ നിങ്ങളെവിടെയായിരുന്നു? ആ ചാർലിനായിട്ട് ഡീല് വെക്കണ്ടെന്ന് ഞാൻ കുറേ പറഞ്ഞതാ. ഞാൻ പറഞ്ഞത് അവൻക്കിഷ്ടായില്ല, അതുകൊണ്ട് എന്നെ പിരിച്ചുവിട്ടു. അന്ന് രാത്രിയാ അതെല്ലാം സംഭവിച്ചത്. ഈ മിയയുമായിട്ട് എൻ്റെ മകൻ എന്താ ബന്ധം? മിയ കുറച്ചു മുമ്പ് സൂയിയുടെ കാറ് മോഷ്ടിച്ചിരുന്നു. അത് കണ്ടുപിടിച്ച് സൂയി അവളെ തൻ്റെ കടക്കാരിയാക്കി മാറ്റി. ആ കടം തീർക്കാനായിട്ട് കുറേ ജോലികൾ അവൾക്ക് കൊടുക്കാൻ ആരംഭിച്ചു. അതിൻ്റെ ഭാഗമായിട്ടുള്ളൊരു ജോബായിരുന്നു ഈ ഡ്രഗ്സ് കടത്തല് എന്നും പറഞ്ഞ് ഓസ്കാർ പെർഫോമൻസ് ഒക്കെ അവിടെ കാഴ്ച വെച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങോട്ട് നമ്മളുടെ അലക്സ് വരുന്നത്. അതും പേടിച്ച് വിറച്ചില്ലാണ്ടായിട്ട്. അവൻ വരുന്നു. എന്നിട്ട് സ്വന്തം ജീവൻ രക്ഷിക്കാനായിട്ട് തൻ്റെ ഫ്രണ്ട്സിനെ അങ്ങ് ഒറ്റിക്കൊടുക്കുന്നു. മിയ, ചാർലി ഇവരെവിടെയാണെന്നും എന്ത് ചെയ്യാണെന്നും അങ്ങ് ഒറ്റിക്കൊടുക്കുന്നുണ്ട് നമ്മളുടെ അലക്സ്. അവൻ അത്രയും ഭയന്നിട്ടുണ്ട്. സ്വന്തം ജീവന്റെ കാര്യമാണല്ലോ. സോ ഒറ്റലില്ലാണ്ട് വേറെ ഓപ്ഷൻ ഇല്ല. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ലെവൻ ചെയ്തത് നാറിത്തരമായി പോയി. അങ്ങനെ ഈ സമയത്താണ് നമ്മളുടെ മിയ മെഡൂസ ക്ലബിലോട്ട് വരുന്നത് പാസ്പോർട്ട് വാങ്ങാനായിട്ട്. അവൾക്ക് പിന്നാലെ പാട്രിക്കും. അങ്ങനെ പാട്രിക്ക് പാസ്പോർട്ട് കൊടുക്കുന്നു. ഇത് കണ്ടേക്ക് മിയ ആണെങ്കിൽ അങ്ങ് ഓടാൻ ആരംഭിക്കുന്നുണ്ട്. പക്ഷെ പറ്റുന്നില്ലാട്ടാ. അപ്പോഴേക്കും പാട്രിക് അവളെ പിടിച്ചു വെക്കുന്നു. ഞാനൊരു പോലീസാ എന്ന് വെച്ച് അറസ്റ്റ് ചെയ്യാനല്ല വന്നിരിക്കുന്നത്. ചാർലി അവിടെ അവൻ്റെ അച്ഛൻ പറഞ്ഞിട്ടാ ഞാൻ വന്നിരിക്കുന്നത്. പക്ഷെ എന്തൊക്കെ പറഞ്ഞിട്ട് ഇവൾക്കാണെങ്കിൽ തീരെ വിശ്വാസം വരുന്നില്ല. അങ്ങനെ പാട്രിക്ക് ഒരു വിധത്തിലാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് നമ്മളുടെ നാർക്കോട്ടിക് ടീം ക്ലബിലോട്ട് വരുന്നത്. അതെന്തിനാന്ന് ഞാനായിട്ട് പറയണ്ടല്ലോ. പക്ഷെ അവരെ കണ്ടതും അവൾ ആകെ ഞെട്ടാൻ ആരംഭിക്കുന്നുണ്ട്. ഇവരാ ഹോക്കി മാസ്കും വെച്ച് സുയിനെ കൊന്നുകളഞ്ഞ്. അപ്പോഴാണ് ആ ട്വിസ്റ്റ് അങ്ങ് റിവീലാവുന്നത്. സുയി എന്ന ഗുണ്ടാ നേതാവിനെ ഇല്ലാണ്ടാക്കിയത് വിൻസെന്റും ടീമുമാ. പാട്രിക്കെ മാറ്, അവളെ അറസ്റ്റ് ചെയ്യാനാ ഞാൻ വന്നിരിക്കുന്നത്. അറസ്റ്റ് കോപ്പാണ്. നീയൊക്കെ എന്ന് മുതലാടാ ഹോക്കി കളിച്ചു തുടങ്ങിയത്? ഇത് കേട്ടേക്ക് ലെവന്മാർക്ക് മനസ്സിലായി പണി പാലും വെള്ളത്തിൽ കിട്ടിയിട്ടുണ്ടെന്ന്. സോ വെപ്പൺസ് ഒക്കെ റെഡിയാക്കുന്നുണ്ട്. ആ ഒരു കറക്റ്റ് സമയത്താണ് അലക്സ് പറഞ്ഞു കൊടുത്ത പ്രകാരം ആലീസിന്റെ ആൾക്കാർ അങ്ങോട്ടെത്തുന്നത്. അതും മിയനെയും ചാർലിനെയും കൊല്ലാനായിട്ട്. ഇത് കണ്ടേക്ക് പാട്രിക് ആണെങ്കിൽ അങ്ങ് ഗണ്ണെടുക്കുന്നുണ്ട്. പക്ഷെ അത് കണ്ടിട്ട് വിൻസെന്റും ടീമും വിചാരിക്കുന്നത് അവരുടെ നേർക്കാണ്. സോ ഗണ്ണങ്ങ് അടിച്ച് തെറിപ്പിക്കുന്നു. ആ ഒരു കറക്റ്റ് സമയത്ത് തന്നെ മറ്റോമാര് വരുന്നു, വിൻസെന്റിനെ അടിക്കാൻ ആരംഭിക്കുന്നു. ഇത് കണ്ടേക്ക് വിൻസെന്റിന്റെ ടീമാണെങ്കിൽ ലെവന്മാർക്കിട്ട് പൊട്ടിക്കുന്നുണ്ട്. ലെവന്മാര് തിരിച്ചും കൊടുക്കുന്നുണ്ട് കേട്ടാ. അപ്പോഴാണ് ജെയ്ക്ക് മിയേനെ പിടിക്കാൻ നോക്കുന്നത്. മിയ അപ്പൊ തന്നെ ഓടിപ്പോവാൻ നോക്കുന്നുണ്ട്. ഇതൊക്കെ കണ്ടേക്ക് പാട്രിക്
പാട്രിക് ആണേലോ അങ്ങ് നിരങ്ങിപ്പോകുന്നു, ജാക്കിനിട്ടൊരു ചവിട്ടും കൊടുക്കുന്നു. എന്നിട്ട് മിയക്ക് പിന്നാലെ പോകുന്നുണ്ട്. എന്നാൽ മിയനെ കൊല്ലാൻ നിൽക്കുകയാണ് കുറേ എണ്ണം, അതും ഇറച്ചി വെട്ടുന്ന കത്തിയുമായിട്ട്. ഇതൊക്കെ കണ്ട പാട്രിക് പിന്നെ വെറുതെ ഇരിക്കോ, നാലങ്ങ് കൊടുക്കുന്നുണ്ട്. ഇതിന്റെ ഇടയിൽ അവന്മാര് കൊണ്ടുവന്ന കത്തി കൊണ്ട് തന്നെ എല്ലാത്തിനെയും വെട്ടിക്കൂട്ടുന്നുണ്ട്, അതും നമ്മളുടെ മിയ. അല്ലാണ്ട് അവൾക്ക് വേറെ ഓപ്ഷൻ ഇല്ല. അങ്ങനെ അവളെ സഹായിക്കാനായിട്ട് പാട്രിക് കൂടെ നിൽക്കുന്നുണ്ട്. ഈ സമയത്താണ് ജെയ്ക്ക് മിയനെ പിടിക്കുന്നത്. മിയ പിന്നെ ഒന്നും നോക്കിയില്ല, അവിടെ ഉണ്ടായിരുന്ന ഷാമ്പയിൻ ബോട്ടിൽ വെച്ച ബക്കറ്റ് എടുക്കുന്നു, അങ്ങ് കൊടുക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആലീസിന്റെ ആൾക്കാർ മിയനെ കൊല്ലാൻ വേണ്ടി നിൽക്കുന്നത്. ഇത് കണ്ടേക്ക് വിൻസെന്റ് ഒരൊറ്റ പൊട്ടിക്കല്, അതും കൊല്ലാൻ നോക്കുന്നവനിട്ട്. കാരണം ഇവളിപ്പോ ജീവനോട് ഇരിക്കേണ്ട ഇവന്റെ ആവശ്യമാണ്. എന്നാലല്ലേ വിൻസെന്റും ടീമും നടത്തിയ സൂയിയുടെ മരണത്തിൽ നിന്ന് ജയിൽ കാണാണ്ട് ഇവർക്ക് രക്ഷപ്പെടാൻ പറ്റൂ. ഇതേ സമയം മാലിസിന്റെ ആൾക്കാരാണെങ്കിൽ പിന്നെയും വന്നുകൊണ്ടിരിക്കേ. ഇത് കണ്ടേക്ക് പാട്രിക് ഗണ്ണെടുക്കുന്നു, അങ്ങ് പൊട്ടിക്കാൻ ആരംഭിക്കുന്നു. അപ്പോഴാണ് തിയോയും ചാർലിയും സാമും കൂടെ അങ്ങോട്ടെത്തുന്നത്. ചാർലി ആണെങ്കിൽ മിയനെയും കൊണ്ട് രക്ഷപ്പെടാനാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഡാ ചാർലി, നിന്റെ അച്ഛൻ പറഞ്ഞിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്, ഒന്ന് പോടോ എന്നും പറഞ്ഞ് പോവാൻ നിൽക്കുകയാണ് ചാർലി. ഇതൊക്കെ കണ്ട പാട്രിക്കിന് ഇഷ്ടപ്പെടുമോ? സോ പാട്രിക് മിയയുടെ തലയിലോട്ട് ഗണ്ണ് വെക്കുന്നുണ്ട്. നീ എൻ്റെ കൂടെ വരണോ വേണ്ടെന്നുള്ളത് നീ തന്നെ തീരുമാനിക്കുക. ഇതിൻ്റെ ഇടയിലാണ് സാമിന് നേരെ അറ്റാക്ക് ഉണ്ടാവുന്നത്. അവൻ്റെ തലയിലോട്ട് കത്തിയേറ്റാൻ ഇരിക്കുകയാണ്. ഇത് കണ്ടേക്ക് തിയോ അവൻ്റെ ഗണ്ണെടുക്കുന്നു, അങ്ങ് ഷൂട്ട് ചെയ്യുന്നു. സോ സാം രക്ഷപ്പെട്ടു. പക്ഷെ അവൻ്റെ റേജ് ആളി കത്തുന്നുണ്ട്. സോ അതേ കത്തി കൊണ്ട് കുത്തി ഒരു പരിവാക്കുന്നുണ്ട് കൊല്ലാൻ വന്നവനെ. അങ്ങനെ ഇവർ 4 പേരും കൂടെ പുറത്ത് കിടക്കുന്നു. പക്ഷെ അങ്ങോട്ടതാ പോലീസ് എത്തുന്നു. പക്ഷെ പോലീസുകാർക്കാണെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ആലീസിന്റെ ആൾക്കാർ പിന്നെയും വന്നിട്ടുണ്ട്. വരികയെന്ന് മാത്രമല്ല, വന്ന പോലീസുകാരെയും സാമിനെയും അങ്ങ് തീർക്കുന്നു. സോ ഈ വഴി ഇനി പുറത്തടക്കാൻ പറ്റില്ല. പിന്നെ അവരൊന്നും നോക്കിയില്ല, നേരെ അകത്തോട്ട് തന്നെ പോകുന്നു. എന്നാൽ അവിടെയുണ്ട് വിൻസെന്റും ടീമും. ഇതിൻ്റെ ഇടയിൽ വിൻസെന്റിന്റെ ഗ്രൂപ്പിൽ തുരുത്തൻ മരിച്ചിട്ടുണ്ട് കേട്ടാ. അത് മാത്രമല്ല, വിൻസെന്റും ടീമും പാട്രിക്കും ടീമും അങ്ങോട്ടും ഇങ്ങോട്ടും വെടിവെച്ചുകൊണ്ടിരിക്കുക. പിന്നെ പോരാത്തതിന് തിയോ ആലീസിന്റെ ആൾക്കാർ അകത്ത് കടക്കാണ്ടിരിക്കാനും ഇവർക്ക് രക്ഷപ്പെടാൻ ടൈം കിട്ടാനും ആ ഡോറിന് കാവലായിട്ട് അങ്ങ് നിൽക്കുന്നുണ്ട്. ചുരുക്കി പറഞ്ഞ മകളായി കണ്ട മിയക്ക് വേണ്ടിയിട്ടുള്ള ഒരു സാക്രിഫൈസ്. അങ്ങനെ തിയോ അങ്ങ് ഇല്ലാണ്ടാവുന്നു. ഇതൊക്കെ കണ്ടിട്ട് മിയ ആകെ സ്റ്റെക്കായിട്ടിരിക്കുന്നുണ്ട്. നമ്മളുടെ ചാർലി ഒരു വിധത്തിലാണ് അവളെ അവിടുന്ന് കൊണ്ടുപോകുന്നത്. ഇതിൻ്റെ ഇടയിൽ വിൻസെന്റ് ആണെങ്കിൽ പാട്രിക്കിനെതിരെ വെടിവെച്ചുകൊണ്ടിരിക്കുക. പക്ഷെ നമ്മളുടെ പിള്ളേര് എങ്ങനെയൊക്കെയോ പുറത്ത് കിടക്കുന്നുണ്ട്. എന്നാൽ അവിടെയാണെങ്കിൽ ഒരു പട പോലീസുകാരുണ്ട്. അവരുടെ വെടികൊള്ളാണ്ട് ഒരു വിധത്തിലാണ് കാറിൻ്റെ അടുത്തെത്തുന്നത്. ആ സമയത്താണ് ആലീസിന്റെ ആൾക്കാർ പോലീസിനെതിരെ വെടിവെച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഗ്രൂപ്പിൽ അലക്സും ഉണ്ട്. അത് കണ്ടേക്ക് ചാർലിക്ക് മനസ്സിലായി തന്നെ ഒറ്റുകൊടുത്ത് ആരാണ്. അലക്സിനെ കണ്ടിട്ടാകെ മൂഡ് പോകുന്നുണ്ട് ചാർലിക്ക്. അപ്പോഴാണ് ആലീസിന്റെ ശിങ്കിടി അങ്ങോട്ട് വരുന്നത്. വരികയെന്ന് മാത്രമല്ല, പടാന്ന് പൊട്ടിച്ചുകൊണ്ടിരിക്കേ. പാട്രിക്ക് പിന്നെ ഒന്നും നോക്കിയില്ല, വണ്ടി അങ്ങ് റിവേഴ്സ് എടുക്കുന്നു. എന്നാൽ ആ ഒരു കറക്റ്റ് സമയത്താണ് സൈഡിൽ നിന്ന് ഷൂട്ട് ചെയ്യാൻ ആരംഭിക്കുന്നത്, അതും വിൻസെന്റും ഗ്രൂപ്പും. അങ്ങനെ ഒരു വിധത്തിലാണ് ഇവരുടെ കയ്യിൽ നിന്നൊക്കെ രക്ഷപ്പെടുന്നത്. പോലീസുകാരാണേലോ പിന്നെയും വന്നുകൊണ്ടിരിക്കേ. പിന്നെ ആലീസിന്റെ ആൾക്കാർ ഒന്നും നോക്കിയില്ല, അലക്സിനെയും കൊന്നിട്ട് നൈസായിട്ട് അങ്ങ് സ്കൂട്ടാവുന്നു. ഒറ്റുകാരനായ അലക്സിനെ പോലീസുകാർക്ക് കിട്ടിയാലും അതൊരു പ്രശ്നമാണല്ലോ. ഇതിൻ്റെ ഇടയിൽ വിൻസെന്റും ജാക്കും ആണേലോ പോലീസുകാർക്ക് മുമ്പിൽ തകർത്ത് അഭിനയിച്ചുകൊണ്ടിരിക്കേ. ഈ വന്ന പോലീസുകാരുടെ ഗ്രൂപ്പിൽ എലീന ഉണ്ട് കേട്ടാ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എലീനക്ക് ഒരു ഫോൺ കോൾ വരുന്നത്. വിളിക്കുന്നത് പാട്രിക്കാ. എലീന, ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിന്റെ അടുത്തുള്ള പോലീസുകാർ ഒരിക്കലും അറിയാൻ പാടില്ല. വിൻസെന്റും ജയിക്കും ഇതിനകത്ത് ഇൻവോൾവ്ഡാ. അവരെ നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് ഞാൻ പറയാം. ചാർലി ഓടിച്ചിരുന്ന ട്രക്ക് പിടിക്കാനല്ല അവർ ചേസ് നടത്തിയത്, അതിനകത്തുള്ള മയക്കുമരുന്നിന് വേണ്ടിയിട്ടാ. നീ ഇപ്പോൾ കോർട്ടസിനെ കാണാൻ പോ. അവൻ എന്തായാലും ഈ ഒരു കാര്യത്തിൽ നിരപരാധിയായിരിക്കും. കോർട്ടസ് ഇന്നസെന്റാന്ന് എങ്ങനെ ഉറപ്പിക്കാൻ പറ്റും? അവൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാ, എനിക്ക് അത്രയും ഉറപ്പുണ്ട്. പിന്നെ മറ്റൊരു കാര്യം, സുയിയെ കൊന്നതും ഇവർ തന്നെയാ. നീ അവൻ്റെ അടുത്ത് പോയിട്ട് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാൻ നോക്ക്. എല്ലാം പോട്ടെ, നിന്നെ ഞാൻ എങ്ങനെ വിശ്വസിക്കും? ഞാൻ നിന്നെ അത്രയും വിശ്വസിക്കുന്നുണ്ട്. അതാ അതിനുള്ള ആൻസർ. ഇത് കേട്ടേക്ക് എലീന അങ്ങ് ഇറങ്ങിത്തിരിക്കുന്നുണ്ട് ഹോസ്പിറ്റലിലോട്ട്. അതേസമയം അതേ ഹോസ്പിറ്റലിലോട്ട് ചാൻ എത്തിയിട്ടുണ്ട് കേട്ടാ. എത്താന്ന് മാത്രമല്ല, ഇവൻ വിൻസെന്റിന് ഫോൺ ചെയ്യുന്നു. അപ്പോഴാണ് കഥയുടെ കിടപ്പെന്താന്ന് നമുക്കങ്ങ് കാണിച്ചു തരുന്നത്. ഈ ചാനും വിൻസെന്റും തമ്മിലുള്ള ഒത്തുകളിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. മിയയും ചാർലിയും സുയി പറഞ്ഞതനുസരിച്ച് മോഷ്ടിക്കാൻ പോയ ട്രക്കിനകത്തെ ഡ്രഗ്സ് ആയിരുന്നു ഇവരുടെ ലക്ഷ്യം. അതിനെക്കുറിച്ച് വിൻസെന്റിനെ അറിയിച്ചതും ചാനായിരുന്നു കേട്ടാ. പക്ഷെ ഇവർ പ്രതീക്ഷിച്ച പോലെ ട്രക്ക് പിടിക്കാൻ പറ്റിയില്ല. സോ സുയിയെ കൊല്ലാനും ആ ഡ്രഗ്സ് വീണ്ടെടുക്കാനും ഇവർ പ്ലാൻ ചെയ്യുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് സുയിയെ കൊന്നത്. ചുരുക്കി പറഞ്ഞാൽ മിയയും ചാർലിയും കൊണ്ടുപോയ ഡ്രഗ്സ് ഇപ്പൊ നമ്മളുടെ വിൻസെന്റിന്റെ കയ്യിലാണ്. അത് ചാനിന്റെ അടുത്ത് കൊടുത്തിട്ട് ഒരു ബയ്യറിനെ ഒപ്പിച്ച് കാശ് ഉണ്ടാക്കുക. പക്ഷേ ഇതെല്ലാം പാളിയിരിക്കേ. ഇനിയും വിൻസെന്റിന് വേണ്ടിയിട്ട് ഓരോന്ന് കാട്ടിക്കൂട്ടിയാൽ സ്വന്തം ആപ്പീസ് പൂട്ടി പോകുന്നുള്ളത് ചാനിന് മനസ്സിലായി. സോ വിൻസെന്റിനുള്ള വാണിംഗ് ആയിട്ട് കോർട്ടസിനെ കൊല്ലാൻ വന്നിരിക്കുകയാണ് നമ്മളുടെ ചാൻ. ആ ഒരു കറക്റ്റ് സമയത്താണ് അങ്ങോട്ട് എലീന വരുന്നത്. ഇവളാണെങ്കിൽ ജസ്റ്റ് റിസപ്ഷനിൽ പോയിട്ട് കോർട്ടസിന്റെ റൂം ഏതാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോഴാണ് സെക്യൂരിറ്റി ക്യാമറയിൽ ചാനെ കാണുന്നത്. പിന്നെ പറയണ്ടല്ലോ, നേരെ അങ്ങോട്ട് ഓടുന്നു. എന്നാൽ അപ്പോഴേക്കും ചാന് കോർട്ടസിനെയും വൈഫിനെയും അങ്ങ് കൊല്ലുന്നുണ്ട്.
ഇതൊക്കെ കണ്ട എലീന പിന്നെ വെറുതെ ഇരിക്കോ? അവള് പോകുന്നു, ഒരു വിധത്തിൽ ചാനിനെ അങ്ങ് പിടിച്ചുകൊണ്ട് പോകുന്നു. ഇതേ സമയം പാട്രിക്കും ടീമും കൂടെ അവന്റെ പഴയൊരു ലേക്ക് ഹൗസിൽ എത്തിയിട്ടുണ്ട്. ചാർലിക്കാണെങ്കിൽ വെടികൊണ്ടിട്ടുണ്ട് ട്ടാ, പക്ഷെ പേടിക്കാനൊന്നുമില്ല. അങ്ങനെ പാട്രിക്ക് വേഗം തന്നെ ലോറൻസിനെ വിളിക്കുകയും ചെയ്യുന്നു, ലൊക്കേഷൻ അങ്ങ് അയച്ചു കൊടുക്കുന്നു. പക്ഷെ അങ്ങേരുള്ള ആലീസിന്റെ ഫ്രണ്ടിലാ. ലോറൻസ് ആണെങ്കിൽ സംസാരിക്കുന്നില്ല. അത് കണ്ടേക്ക് പാട്രിക് ഉറപ്പിച്ചു, പണി പാളിയിട്ടുണ്ടെന്ന്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എലീന നേരെ പാട്രിക്കിന്റെ വീട്ടിലോട്ട് പോകുന്നത്. കാരണം പിള്ളേരെയും കൊണ്ട് എവിടെയാണ് ഒളിച്ചിരിക്കാൻ പോയെന്നുള്ളത് എലീനക്കറിയില്ല. സോ പാട്രിക് എങ്ങാനും തന്റെ വൈഫിനെ വിളിച്ചിട്ടുണ്ടാവോ എന്നും വിചാരിച്ചാണ് വരുന്നത്. എന്നാ വിളിച്ചിട്ടില്ല. പക്ഷെ മറ്റേ ലേക്ക് ഹൗസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ വൈഫ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. സാധാരണ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ പാട്രിക് അങ്ങോട്ടാണ് പോവാറ്. അങ്ങനെ ഈ സമയത്താണ് ആലീസും ലോറൻസും കൂടെ ലേക്ക് ഹൗസിലോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ലൊക്കേഷനൊക്കെ കറക്റ്റായിട്ട് അയച്ചു കൊടുത്തിട്ടുണ്ട് നമ്മളുടെ പാട്രിക്ക്. ലോറൻസ്, നമ്മൾ രണ്ടുപേരും ഒരേ വഞ്ചിയിലെ യാത്രക്കാരാ. സ്വന്തം മക്കളെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റാത്തവർ. എൻ്റെ മകൻക്ക് എന്നോട് വെറുപ്പാ. അവൻ്റെ അമ്മ അസുഖം ബാധിച്ച് സഫർ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒരേ ഒരു ഓപ്ഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, എന്നേക്കുമായിട്ട് അവസാനിപ്പിക്കുക. ഒരൊറ്റ കാരണം കൊണ്ടാണ് എൻ്റെ മകൻ എന്നോട് വെറുപ്പായത്. നമ്മൾ രണ്ടുപേരും തോറ്റുപോയ പേരൻസാ. ഇതിൻ്റെ ഇടയിലാണ് ലേക്ക് ഹൗസിൻ്റെ തൊട്ടടുത്തുള്ള റെയിൽവേ പാളത്തിലോട്ട് ജെയ്ക്കും വിൻസെൻറ്റും വരുന്നത്. അതും അടിച്ചെടുത്ത ഡ്രഗ്സുമായിട്ട്. ഇവരെ കാത്തു നിൽക്കുന്നുണ്ട് ചാൻ. സംഭവം വേറെ ഒന്നുമില്ല, ചാനിൻ്റെ ഫോണിൽ നിന്ന് ലവ്മാർക്ക് വിളിച്ച് ബയ്യറിനെ സെറ്റാക്കിയിട്ടുണ്ടെന്ന് ചാനിനെ കൊണ്ട് തന്നെ പറയിപ്പിക്കുന്നു. ഇത് കേൾക്കേണ്ട താമസം വിൻസെൻറ്റും ജെയ്ക്കും അങ്ങോട്ടെത്തുന്നു. ചുരുക്കി പറഞ്ഞ നമ്മളുടെ എലീനയുടെ ട്രാപ്പിലോട്ടാണ് ഇവർ വന്നുകൊണ്ടിരിക്കുന്നത്. ഇതേ സമയം പാട്രിക് ആണേലോ അവൻ്റെ കയ്യിലുള്ള പിസ്റ്റലും ഷോട്ട് ഗണ്ണും റെഡിയാക്കുന്നുണ്ട്. അപ്പോഴാണ് ചാർലി ഇവിടുന്ന് പോവെന്ന് പറയുന്നത്. കാരണം തൻ്റെ അച്ഛനെ അവനക്ക് അത്രയും വെറുപ്പാ. അതുകൊണ്ട് തന്നെ തൻ്റെ അച്ഛൻ്റെ അടുത്തോട്ടുള്ള മടങ്ങിപ്പോക്ക് ഒരു ഓപ്ഷനല്ല. സോ ഇവിടുന്ന് പോവാൻ തന്നെയാണ് പ്ലാൻ. ഇനി അഥവാ പാട്രിക് എങ്ങാനും സമ്മതിക്കാണ്ടിരുന്ന അതിനുള്ളൊരു പണിയുമായിട്ടാണ് പുള്ളിക്കാരൻ നിൽക്കുന്നത്. ആ സമയത്താണ് ആലീസിന്റെ ആൾക്കാർ അങ്ങോട്ട് വരുന്നത്. ഇവന്മാര് വന്നതും അറഞ്ചം പുറഞ്ചം വെടിവെച്ചുകൊണ്ടിരിക്കുക, ഒരു ഗ്യാപ്പ് കൊടുക്കുന്നില്ല ട്ടാ. അങ്ങനെ പാട്രിക്കും ടീമും കൂടെ വീടിനകത്ത് ഒളിച്ചിരിക്കുന്നു. എന്നിട്ട് അവന്റെ കയ്യിലെ റിവോൾവർ നേരെ മിയക്ക് അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും വെച്ച് മിയ അങ്ങ് പറ്റാവുന്ന അത്രയും ആൾക്കാരെ കൊല്ലുന്നുണ്ട്. അതേസമയം പാട്രിക് ആണേലോ അവന്റെ ഷോട്ട് ഗൺ എടുക്കുന്നു, അങ്ങ് പൊട്ടിക്കാൻ ആരംഭിക്കുന്നു. അപ്പോഴാണ് സൈഡ് ഡോർ വഴി കുറെ എണ്ണം അകത്തോട്ട് കടക്കാൻ നോക്കുന്നത്. പക്ഷെ നമ്മളുടെ പിള്ളേരുണ്ടാ വിട്ടുകൊടുക്കുക, അങ്ങ് തീർക്കുന്നുണ്ട്. ഇതിന്റെ ഇടയിലാണ് ഇവരുടെ ബുള്ളറ്റ് തീരുന്നത്. ഇവർ പിന്നെ ഒന്നും നോക്കിയില്ല, കൊല്ലാൻ വന്നോമാരുടെ ഗണ്ണെടുക്കുന്നു, അങ്ങ് പൊട്ടിക്കാൻ ആരംഭിക്കുന്നു. കുറെ എണ്ണത്തിന് തീർക്കുന്നുണ്ട്. എന്നാ ഗുണ്ടകളാണെങ്കിൽ 100 പേരുണ്ട്. ഇവർ നിർത്താണ്ട് വന്നുകൊണ്ടിരിക്കേ. ചുരുക്കി പറഞ്ഞ അവിടെ ഒരു രക്തക്കളമാക്കി മാറ്റുന്നുണ്ട് എല്ലാവരും കൂടെ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വീടിന്റെ അണ്ടർഗ്രൗണ്ട് വഴി കുറെ എണ്ണം അകത്തോട്ട് വെടിവെക്കാൻ ആരംഭിക്കുന്നത്. ഇതൊക്കെ കണ്ട പാട്രിക് വെറുതെ ഇരിക്കോ? അണ്ടർഗ്രൗണ്ടിന്റെ വാതിലങ്ങ് തുറക്കുന്നു, എല്ലാത്തിനെയും തീർക്കുന്നു. ശേഷം വീടിന്റെ മറ്റൊരു വഴി പുറത്തു കിടക്കാൻ നോക്കുമ്പോഴാണ് ആ വഴി ആൾക്കാർ വരുന്നത്. സോ പിന്നെയും തുടങ്ങി അടിയിട ഇടിയിട വെടിപൂരം. പക്ഷെ എത്രയെന്ന് വെച്ചിട്ടാ ബുള്ളറ്റ് ഉണ്ടാവുക? സോ നമ്മളുടെ പാട്രിക് അവിടെ ഇരിക്കുന്ന ആങ്കർ എടുക്കുന്നു, എല്ലാത്തിന്റെയും കഴുത്തിലും മൂക്കിലും നെഞ്ചത്തൊക്കെ ആയിട്ട് അത്തക്കളം ഒരുക്കുന്നുണ്ട്. അപ്പോഴാണ് കുറച്ച് ടീം വന്നിട്ട് മിയേനെയും ചാർലീനെയും അങ്ങ് പിടിക്കുന്നത്. മിയനെ പുറത്തോട്ട് കൊണ്ടുപോകുന്നുണ്ട്. പാട്രിക് ആണെങ്കിൽ ചാർലീനെ വിട്ടുകൊടുക്കാണ്ടിരിക്കാൻ വേണ്ടി മാക്സിമം ശ്രമിച്ചുകൊണ്ടിരിക്കേ. അപ്പോഴാണ് ആലീസിന്റെ ശിങ്കടി അങ്ങോട്ടെത്തുന്നത്. ഇവളാണെങ്കിൽ വൻ സീന. ഫൈറ്റ് എന്നൊക്കെ പറഞ്ഞാൽ യജ്ജാതി ഫൈറ്റ്. ഇവള് വരുന്നു, പാട്രിക്കിന്റെ മൂക്കാമണ്ടങ്ങ് അടിച്ചു പൊട്ടിക്കുന്നു. പാട്രിക് ആണെങ്കിൽ അവശനായിട്ടുണ്ട്. അപ്പോഴാണ് പാട്രിക്കിന്റെ കയ്യിൽ ചൂണ്ടയിടാൻ യൂസ് ചെയ്യുന്ന ഗണ്ണ് കിട്ടുന്നത്. പിന്നെ പറയണ്ടല്ലോ, ഒരൊറ്റ പൊട്ടിക്കല്. ആ ചൂണ്ട അവളുടെ കഴുത്തിലൂടെ അങ്ങ് കയറിപ്പോയി ലെവല് പടായി. പക്ഷെ ഇതിന്റെ ഇടയിൽ ചാർലീനെ മിയനെ അവർ തോക്കിന്റെ മുമ്പിൽ നിർത്തിയിട്ടുണ്ട് കേട്ടാ. പാട്രിക്കിനാണെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അവൻ അടികൊണ്ട് അവശനായിട്ടുണ്ട്. ആകൊരു മരവിച്ച അവസ്ഥയിലാണ് അവൻ. അപ്പോഴാണ് അങ്ങോട്ട് ആലീസും ലോറൻസും വരുന്നത്. ലോറൻസ്, നിന്റെ മകൻ ഞാൻ ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒന്നിനെയാ ഇല്ലാണ്ടാക്കിയത്. സോ അവൻ ഏറ്റവും സ്നേഹിക്കുന്ന ആളെ നീ ഇല്ലാണ്ടാക്കണം. അതാണ് ചാർലിക്കുള്ള ശിക്ഷ എന്നും പറഞ്ഞ് മിയേനെ അങ്ങ് പിടിക്കുന്നു. എന്നിട്ട് ലോറൻസിനോട് അവളെ കൊല്ലാൻ പറയുന്നു. ഇതൊക്കെ കണ്ടിട്ട് ചാർലി ആണെങ്കിൽ വേണ്ടാന്നും പറഞ്ഞ് കരഞ്ഞോണ്ടിരിക്കേ. ഇവിടെ ലോറൻസിനാണെങ്കിൽ തന്റെ മകനെ രക്ഷിക്കലാണ് മെയിൻ. എന്നാ മിയനെ കൊല്ലാനും വയ്യ. പക്ഷെ രണ്ടും കൽപ്പിച്ച് ഗണ്ണും പിടിച്ച് അങ്ങ് നിൽക്കുന്നുണ്ട്. എന്നാൽ അപ്പോഴാണ് ചാർലി മിയയുടെ ഫ്രണ്ടിലോട്ട് നിന്നിട്ട് ഒരു കാര്യം പറയുന്നത്. അച്ഛാ, ഇനിയും എനിക്ക് നഷ്ടപ്പെടുത്താൻ വയ്യ. ഇത് കേട്ടേക്ക് അമ്മയുടെ കേസൊക്കെ ആലോചിച്ച് ലോറൻസ് ഒന്ന് പതറുന്നുണ്ട്. ഇതൊക്കെ കണ്ട ആലീസും ഗാങ്ങും വെറുതെ ഇരിക്കോ? എല്ലാത്തിനെയും അങ്ങ് തീർക്കാനിരിക്കുമ്പോഴാണ് അങ്ങോട്ട് നമ്മളുടെ എലീനയുടെ എൻട്രി വിത്ത് ഷോട്ട് ഗൺ. അതും കൂടെ ചാനും വിൻസെന്റും ജയിക്കൊണ്ടിട്ടാ. നിങ്ങളുടെ മകനെ കൊന്നത് അവരല്ല, ദേ ഇവന്മാരാ എന്നും പറഞ്ഞ് ആലീസിന്റെ ഫ്രണ്ടിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും മയക്കമരുന്നടങ്ങുന്ന ബാഗോടുകൂടെ. സോ തെളിവായി. എടാ ചാൻ, നീ ചതിച്ചല്ലേ? അതെ, ചതി തന്നെയാണ്. ഈ ഗ്യാങ്ങിന്റെ ലീഡറായ എൻ്റെ ചേട്ടൻ മരിച്ചപ്പോൾ ആ സ്ഥാനത്തോട്ട് വരേണ്ടത് ഞാനായിരുന്നു.
പക്ഷെ നീ എന്ത് ചെയ്തു? നിന്റെ മകനെ പിടിച്ചങ്ങ് ലീഡറാക്കി. അന്ന് ഞാൻ പറഞ്ഞതാ അവൻ റെഡിയല്ല എന്ന്. നീ കേട്ടില്ല. സോ എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ലായിരുന്നു. ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മളുടെ ജയ്ക്ക് ഒരു കണ്ണന്തിരിവ് അങ്ങ് കാണിക്കുന്നത്. അവൻ എലീനെ കിട്ടൊന്നു കൊടുക്കുന്നു, അവിടെ ഉണ്ടായിരുന്ന ഗണ്ണെടുക്കുന്നു, ചാർലിയെ കൊല്ലാൻ നോക്കുന്നു. ആ ഒരു കറക്റ്റ് സമയത്താണ് ലോറൻസ് തന്റെ മകന്റെ ഫ്രണ്ടിലോട്ട് കിടന്ന് മകനെ രക്ഷിക്കുന്നത്. ജയ്ക്ക് വെക്കുന്ന ഓരോ ബുള്ളറ്റും അങ്ങേരുടെ നെഞ്ചത്താണ്. ഇത് കണ്ടേക്ക് അവശനായ പാട്രിക്ക് ഗണ്ണെടുക്കുന്നു, പൊട്ടിക്കാൻ ആരംഭിക്കുന്നു. പിന്നെ അവിടെ ഒരു കൂട്ടത്തല്ല. വിൻസെന്റ് ഒപ്പിക്കുന്നുണ്ട് ഒരു ഗണ്ണ്. അതും വെച്ച് ചാനിനെ അങ്ങ് കൊല്ലുന്നു, മയക്കമരുന്നുമായിട്ട് രക്ഷപ്പെടുന്നു. പക്ഷെ നമ്മളുടെ പാട്രിക് അവശനാണെങ്കിലും അവന്റെ പിന്നാലെ വെച്ച് പിടിക്കുന്നുണ്ട്. ഇതിന്റെ ഇടയിൽ ജയിക്കിന് നേരെ പൊക്കോണ്ടിരിക്കുകയാണ് എലീന. അത് മാത്രമല്ല, ആ ഒരു കൂട്ടത്തലിൽ ഗുണ്ടാ നേതാവായ ആലീസും അങ്ങില്ലാണ്ടായി. അങ്ങനെ എലീന അവളുടെ ഗണ്ണെടുക്കുന്നു, ഒരു കാറിലോട്ട് ചാടി കയറി അതിന്റെ ഗ്ലാസ് വഴി ജയിക്കിനെ അങ്ങ് ഷൂട്ട് ചെയ്യുന്നു. 2-3 ബുള്ളറ്റൊക്കെ കൊണ്ടിട്ടുണ്ടെങ്കിലും ലെവൻ ചത്തിട്ടില്ല. അങ്ങനെ ജയ്ക്ക് എലീനയെ കൊല്ലാൻ നിൽക്കുന്നു. അപ്പോഴാണ് ചാർലി വന്നിട്ട് നല്ല ബ്രൂട്ടലായിട്ട് ഒരു ബുള്ളറ്റ് പോലും വേസ്റ്റ് ചെയ്യാണ്ട് ജയ്ക്കിനെ അങ്ങ് ഇല്ലാണ്ടാക്കുന്നത്. തന്റെ അച്ഛനെ കൊന്നതിനുള്ള പക അവൻക്ക് അത്രയുണ്ട്. ഇതേ സമയം വിൻസെന്റ് ആണെങ്കിൽ നൈസായിട്ട് ഒരു ട്രെയിൻ പിടിച്ചിട്ട് രക്ഷപ്പെടാൻ നോക്കുക. എന്നാ നമ്മളുടെ പാട്രിക് ഉണ്ടാ വെറുതെ വിടുന്ന്, ഷൂട്ട് ചെയ്യുന്നു, അങ്ങ് കൊല്ലുന്നു. സോ എല്ലാം അവസാനിച്ചിട്ടുണ്ട്. ചാർലിനെ മിയനെ നമ്മളുടെ എലീന പറഞ്ഞു വിടുന്നു. കാരണം ഇത്രയും പേരെ കൊന്നതിൽ അവർക്കും പങ്കുണ്ട്. സോ പോലീസുകാരെന്തായാലും അവരുടെ പിന്നീന്ന് മാറാൻ പോകുന്നില്ല. അതുകൊണ്ട് അവരെ സേഫ് ആക്കുന്നു. എന്നിട്ട് നേരെ പോകുന്നത് പാട്രിക്കിന്റെ അടുത്തോട്ടാ. ഇനി എന്താ? ഇനി നീ എന്നെ അറസ്റ്റ് ചെയ്യണം. എലീന, നീ ഒരു നല്ല പോലീസാ. സോ സ്വയം പിടികൊടുക്കാനാണ് പാട്രിക്കിന്റെ പ്ലാൻ. എന്തൊക്കെ പറഞ്ഞാലും ഒരു അണ്ടർ കവർ പോലീസിനെ ഇവൻ കൊന്നിട്ടുണ്ട്. അതാലോചിച്ച് നീറി മരിക്കുന്നതിനേക്കാൾ ഭേദം ജയില. ചുരുക്കി പറഞ്ഞ ഒരു പ്രായശ്ചിത്തം. അങ്ങനെ ലോഡ് കണക്കിന് പോലീസാ അങ്ങോട്ടെത്തുന്നത്. ഈ ഒരു പോയിന്റ് വെച്ചിട്ടാണ് ഈ ഒരു സിനിമ അങ്ങ് എൻഡ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.